ചെയ്തൊരു ക്യാമ്പാണ്. എല്ലാവർക്കും നമസ്കാരം. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പ്രശസ്ത ഗായകനായിട്ടുള്ള വി.ടി. മുരളിയേട്ടൻ എപ്പോഴും ഞങ്ങൾ മ്യൂസീഷ്യൻസിനെ കുറിച്ചിട്ടൊരു തമാശ പറയാറുണ്ട്. വീണയും വയലിനും വായിക്കാൻ അറിയുള്ളൂ, വായനയില്ലല്ലോ എന്ന്. അത് സത്യത്തിൽ ശരിയാണ്. സംഗീതജ്ഞർ പൊതുവെ വായനയോട് ഇത്തിരി വിമുഖത കാട്ടാറുണ്ട്. ഇപ്പോൾ ഇത് പറയാവുന്ന പോലെ എന്താ സരസ്വതി ദേവിയുടെ രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് ആപാദമധുരവും ഒന്ന് ആലോചന അമൃതമാണെന്ന് പറയാറുണ്ട്. ഞാനതിന് മുൻതൂക്കം കൊടുക്കുന്നത് ആപാദമധുരമായതിന് തന്നെയാണ്. പക്ഷേ ആലോചനാമൃതമായിട്ടുള്ളതിനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വ്യത്യസ്ത മാനം വരുന്ന എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും കൊടുക്കൽ വാങ്ങലുകൾക്ക് നല്ല സാധ്യതയുണ്ട്. സംഗീതത്തിനും സാഹിത്യത്തിനും വേണ്ടതാണെന്നാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും ഓടുന്നുണ്ട്. നാളെ തുടങ്ങാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെ ഇപ്പം ഞാൻ ഓൺ ഡ്യൂട്ടിയിലാണ്. കോളേജിൽ നിന്ന് ഒരു വലിയ ആക്ഷേപമുണ്ട്, ചെയർമാൻ എക്സ്കർഷൻ മോഡിലാണെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു റിലീഫ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ സൈലൻറ്റ് വാലിന്ന് കേട്ടപ്പോൾ ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ കൂടെ കൂട്ടിയതിന് ചാക്കോനോട് പ്രത്യേകം നന്ദി പറയാണ്. സത്യമാണ്. പിന്നെ ഇതിന് മുന്നേ ഒരുവിധം ക്യാമ്പുകളിലൊക്കെ ഞാൻ കാവശ്യങ്ങളുടെ ക്യാമ്പുകൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യത്തെ കവനം ക്യാമ്പിൽ അത് വ്യത്യസ്തമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒറ്റ സെഷനിൽ പോലും ഞാൻ ചെയറിലിരുന്നിട്ടില്ല, മുഴുവൻ സമയം പുറത്തായിരുന്നു. കാരണം സജീവ് സാറിൻ്റെ ഒരു കീഴിൽ റിസർച്ച് ചെയ്യുന്ന ഒരു കുട്ടി എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാനും തെയ്യവും മിക്കവാറും പുറത്തായിരിക്കും. ഞങ്ങളിങ്ങനെ കറങ്ങലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയിലത്തെ 1-2 പ്രോഗ്രാമിന് മാത്രമേ ഞാൻ ഹോളിൽ കയറിയിരുന്നുള്ളൂ. പിന്നെ അന്നത്തെ മഴ നടത്തുമ്പോൾ വളരെ രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു. ഈ ഒരു ക്യാമ്പിലാണ് എല്ലാ സെഷനിലും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക വെച്ചാൽ കുറേ നല്ല സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ തിയോൻ്റെ ഒരു കാര്യത്തിലാണ് എനിക്ക് ഒരു അത്ഭുതം തോന്നിയിട്ടുള്ളത്. കാരണം അവൻ്റെ മനോധർമ്മ സാധ്യതകൾക്കൊരു തുറന്ന വിഹായസാണ് കാവശ്യക ഒരുക്കിയിട്ടുള്ളത്. കാരണം ഞങ്ങളെപ്പോഴും അത് പാടില്ല ഇത് പാടില്ല, ഞാനടക്കം എപ്പോഴും ഇങ്ങനെ റെസ്ട്രിക്ഷൻസാണ് കൂടുതൽ പറയാറുള്ളത്. ഇവിടെ അങ്ങനെ അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് നല്ല സാധ്യതയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നല്ല സൗഹൃദങ്ങൾ എനിക്കെപ്പോഴും എല്ലാ ഒരു എന്ത് സമ്മേളനം ഉണ്ടെങ്കിലും ഒരു പേര് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ 2 ട്വിൻസ് ഉണ്ട് ഇവിടെ. ഓരോ തവണയും ശ്രീജ ടീച്ചറെന്ന് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ചാടി എഴുന്നേക്കും, ആരെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ ഒരു അന്തരീക്ഷത്തിന് പറ്റിയ ഒരു പാടാം. തിയോന്റെ പാട്ടാണ്. അപ്പൊ സംഗീത സംവിധായകന്റെ അനുവാദത്തോടു കൂടി ഇതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് സന്താനം എന്ന് പറയുന്നത് ശിവരാജാണ്. ഇതിൻ്റെ ശരിക്കും മറ്റേ ചാനലിലുണ്ടത്. അത് ഒറിജിനൽ പാടിയിട്ടുള്ളത് എൻ്റെ ഒരു സ്റ്റുഡൻ്റായിട്ടുള്ള ഷിൻസിയാണ്. അപ്പോൾ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പാടാൻ ശ്രമിക്കുകയാണ്. പാട്ടിൻ്റെ പേര് സൗഹൃദം. ഇവൻ്റെ എല്ലാ വർക്കിൻ്റെ ദൃശ്യാവിഷ്കാരം ചെയ്യുന്ന ആളാണ് ഞാൻ. അന്തിക്കാടൻ ചാക്കോ. ജീവിച്ചു പോകണ്ട, അത് മതി. 23 ആൽബം പുതിയ വർക്ക്. ഇവിടെ കാവിശികയിൽ തന്നെ സിൽവി മൈക്കിളിന്റെയാണ് ലാസ്റ്റ് നാദശലഭമാണ് തിയോ ചെയ്തത്. ഇത് പ്രകാശനം ചെയ്തിട്ടുള്ള ബിജിമാലാണ് ഈ ആൽബം. 2 വർഷം പാട്ട് കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം നിങ്ങൾ പറയുന്നത്.
സൗഹൃദം പെയ്യുമോ വീണ്ടും സൗഹൃദം പെയ്യുമോ വീണ്ടും മോഹങ്ങൾ വേഴാമ്പൽ ബാല്യത്തിൻ പിറകുവാതിൽ പഴുതിലൂടൊഴുകണം ആ തണൽ വഴിയിൽ നാം ചേരണം സൗഹൃദം പെയ്യുമോ വീണ്ടും കാറ്റോടും കാൽ കൊണ്ടൻ തേനൂറും നെഞ്ചൊന്ന് മാഞ്ചോട്ടിൽ വീണതുണ്ട് പകുത്തെടുക്കാം കാറ്റോടും കാൽ കൊണ്ടൻ തേനൂറും നെഞ്ചൊന്ന് മാഞ്ചോട്ടിൽ വീണതുണ്ട് പകുത്തെടുക്കാം ഈ വഴിയോരമായി നീളയായി വീഴും മിലഞ്ഞിയൊന്നീ കൈക്കുമ്പിൾ തൂവും ഗന്ധം മേലാകെ വാരി ചൂടാൻ നാമൊന്നായി വീണ്ടും ചേർന്നിടാൻ സൗഹൃദം പെയ്യുമോ വീണ്ടും ഓർമ്മ തന്നോടാമ്പൽ നീങ്ങുന്ന നേരത്ത് കാവിന്നിളം കാറ്റിൽ നാമീരിക്കേ ഓർമ്മ തന്നോടാമ്പൽ നീങ്ങുന്ന നേരത്ത് കാവിന്നിളം കാറ്റിൽ നാമീരിക്കേ പൂങ്കുയിൽ കൂടെയായി പാടുവാൻ പോരുമോ വാഴപ്പൂന്തേനല്ലി ചേർന്നുണ്ണുവാനിന്നി നാളെണ്ണി കാത്തു കാത്തിടാം സൗഹൃദം പെയ്യുമോ വീണ്ടും മോഹങ്ങൾ വേഴാമ്പൽ ദാഹമായി ബാല്യത്തിൻ പിറകുവാതിൽ പഴുതിലൂടൊഴുകണം ആ തണൽ വഴിയിൽ നാം ചേരണം ആ തണൽ വഴിയിൽ നാം ചേരണം ആ
ചേരണം 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 ചേരണം. ഗീതേഷ്